ശ്രീ എം പി രാജേഷ് ഉൾപ്പെടെയുള്ള നിരവധി മന്ത്രിമാർ വന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾ നേരത്തെ പലരും വന്നു കഴിഞ്ഞു, മുഖ്യമന്ത്രി ഉൾപ്പെടെ വന്നു കഴിഞ്ഞു. ഏറ്റവും എടുത്തു പറയേണ്ടത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എം ടിയുടെ വായനയും അക്ഷരങ്ങളും എഴുത്തും കഥാപാത്രങ്ങളുമായി ഇഴചേർന്ന സാധാരണക്കാരായ മനുഷ്യർ തന്നെയാണ്. നേരത്തെ അഖില CP അവർ പലരുമായി സംസാരിച്ചിരുന്നു. അവർ ജീവിതത്തിൽ എവിടെയോ തങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കണ്ടുമുട്ടിയ ആളുകളാണ് അത് കഥാപാത്രങ്ങളായി അവർക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ തീഷ്ണതയിൽ തന്നെയാണ് എം ടിയെ കാണാൻ വേണ്ടി അവർ അവസാനമായി കാണാൻ വേണ്ടി അവർ എത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് വളരെ പ്രധാനപ്പെട്ട അത് തന്നെയാണ് എം ടിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം. കൂടല്ലൂരിൽ അദ്ദേഹം ജനിച്ചു വീണെങ്കിൽ കൂടി പിന്നീട് അദ്ദേഹത്തിൻ്റെ യാത്രകൾ മുഴുവൻ അദ്ദേഹം ജോലിയുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയിലാണ് അദ്ദേഹം സബ് എഡിറ്ററായി ജോലി ചേർന്നതിന് പിന്നീട് കോഴിക്കോട് നഗരം അദ്ദേഹത്തിൻ്റെ സ്വന്തം നഗരമായ കാലത്ത് വളരെ സമ്പന്നമാണ് കോഴിക്കോട് നഗരം. ഉറൂബുണ്ട്, വൈക്കം മുഹമ്മദ് ബഷീറുണ്ട്, ഒപ്പം തന്നെ തിക്കോടിയിൽ ഉൾപ്പെടെയുള്ള വളരെ പ്രബലരായ സാഹിത്യകാരന്മാരെ കൊണ്ട് സമ്പന്നമായ ആ സാഹിത്യ തലസ്ഥാനത്തേക്ക് തന്നെയാണ് അദ്ദേഹം നിയോഗമെന്നോണം അദ്ദേഹം കടന്നു വരുന്നത്. പിന്നീട് അദ്ദേഹം കോഴിക്കോടിൻ്റെ ഓരോ ഇടവഴികളിലും അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ ഓരോ തെരുവുകളിലും അദ്ദേഹം ഈ സാംസ്കാരിക സംഘത്തിനൊപ്പമായിരുന്നു. അവർക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ അദ്ദേഹം തന്നെ പലപ്പോഴുമായി പറഞ്ഞിട്ടുണ്ട്. അവർക്കൊപ്പം ഇരുന്ന് ചായ കുടിച്ചതിൻ്റെയും തമാശകൾ പറഞ്ഞിരുന്നതിൻ്റെയും കഥകൾ പറഞ്ഞിരുന്നതിൻ്റെയും സാഹിത്യ ചർച്ചകൾ നടത്തിയതിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ മാതൃഭൂമിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ ഇറങ്ങിയാൽ പിന്നെ ഈ ലോകത്തേക്ക് അദ്ദേഹം കടക്കുന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. ഏറ്റവും ഒടുവിൽ NP മുഹമ്മദുമായി ചേർന്ന് അദ്ദേഹം അറബിപ്പൊന്ന് എന്ന നോവൽ അദ്ദേഹം എഴുതുന്നതിലേക്ക് നീങ്ങുന്ന ആ തരത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം എം ടിയുടെ ഇടപെടലും അവരുടെ സൗഹൃദവും ഒക്കെ അടയാളപ്പെട്ട് കഴിഞ്ഞതാണ്. ആ തരത്തിൽ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കാലം, അദ്ദേഹത്തിൻ്റെ വരവ് കോഴിക്കോടിൻ്റെ സാഹിത്യ സമ്പന്നനൊക്കെ വലിയ മുതൽക്കൂട്ടാകുന്ന രീതിയിലേക്ക് മാറുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അപ്പോഴും അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം വലിയൊരു ജനപ്രിയനായ അല്ലെങ്കിൽ ജനക്കൂട്ടത്തെ ഒപ്പം നിർത്തി ആഘോഷമാക്കുന്ന ഒരു രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനെ പലപ്പോഴും സ്വയം വിശേഷിപ്പിക്കാറുണ്ട്. എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ എഴുത്തുകാരനാണെന്ന് പറയാൻ എനിക്ക് മടിയാണെന്ന് MT പലപ്പോഴും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പത്രമാഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്തിരുന്നതെന്നൊക്കെ അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ, പിന്നീട് MT പിന്നെ പറയാതെ ആളുകൾക്ക് അറിയുന്ന ഘട്ടമുണ്ടായി. പക്ഷേ അങ്ങനെ സ്വയം പിന്മാറി ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു പ്രകൃതമായിരുന്നു MTയുടേത്. എങ്കിൽ കൂടി സാഹിത്യരംഗത്തിന് പൂമുഖത്ത് അദ്ദേഹം മുന്നിൽ തന്നെ കസേര വലിച്ചിട്ടിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം എത്തിയാൽ അദ്ദേഹത്തിന് മുന്നിൽ തന്നെ എല്ലാ കാലവും അദ്ദേഹത്തിന് മുന്നിൽ തന്നെ അദ്ദേഹം സ്വയം പിൻവാങ്ങി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും മുമ്പിൽ തന്നെ ഇരിപ്പിടം സാഹിത്യത്തിന്റെ തറവാട്ടിൽ അല്ലെങ്കിൽ മലയാള സാഹിത്യം എന്ന നാലുകെട്ടിൻ്റെ പൂമുഖത്ത് ചാരുകസേര വലിച്ചിട്ടിരുന്ന എഴുത്തുകാരനാണ്, യുഗപ്രഭാവനായ എഴുത്തുകാരനാണ് ശ്രീ MT വാസുദേവൻ നായർ. MTയെ അനുസ്മരിക്കുന്ന സാധാരണ ജനങ്ങൾ പോലും അദ്ദേഹത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ എഴുത്തിനെക്കുറിച്ച്, സാഹിത്യകാരന്മാരെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കഥകളെക്കുറിച്ചൊക്കെ തന്നെ ഓരോരുത്തരും അനുസ്മരിക്കുന്നുണ്ട്. ഒരുപക്ഷെ സാഹിത്യത്തോട് ഇത്ര ആഭിമുഖ്യമുള്ള ഒരു ജനത ഒരുപക്ഷെ മറ്റൊരിടത്തും കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോടിനെ സാഹിത്യ നഗരിയായി വിശേഷിപ്പിക്കുന്നത്. മുമ്പൊരിക്കൽ തമിഴ് എഴുത്തുകാരി വാസന്തി തിരൂർ തുഞ്ചൻ പറമ്പിൽ വന്നപ്പോൾ അവിടെ കൂടിയ അല്ലെങ്കിൽ എഴുത്ത് അല്ലെങ്കിൽ ഇത്തരം സാഹിത്യ ഉത്സവങ്ങൾക്കുള്ള ആൾക്കൂട്ടത്തെ കണ്ട് അവർ അത്ഭുതപ്പെട്ട് പറയുകയുണ്ടായി. ഇതുപോലുള്ള ആൾക്കൂട്ടം ഒരുപക്ഷെ എഴുത്തുകാരെ ആഘോഷിക്കാൻ അല്ലെങ്കിൽ എഴുത്തുകാരെ സെലിബ്രേറ്റ് ചെയ്യാൻ ഒരുപക്ഷെ ഇത്തരം ഒരു ആൾക്കൂട്ടം മറ്റൊരിടത്തും ഉണ്ടാകില്ല എന്ന് വാസന്തി ആ യോഗത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്.